എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ചിത്രമാണ് ഉദ്ദേശിക്കുന്നത്. തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ചെറിയ ചിത്രമാണ് ഇത്. ആദ്യം സ്കെച്ച് ചെയ്യണം. അതിന് നമുക്ക് പെൻസിൽ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ കാണാൻ വേണ്ടി സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നത്. പെൻസിൽ ഉപയോഗിച്ച് വരക്കുമ്പോൾ നമുക്ക് വല്ല തെറ്റുകളോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മായ്ക്കാൻ എളുപ്പമായിരിക്കും. ഏകദേശം ഒരു ഗ്രാമീണ ചിത്രമാണ് ഇവിടെ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ലളിതമായ രീതിയിലാണ് വരക്കുന്നത്. ചിത്രം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും വരച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിലില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. ഇനി എനിക്കിത് വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒരു ഐഡിയയിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും വരക്കാൻ എളുപ്പമുള്ള ഒരു രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മീഡിയം ഓയിൽ പേസ്റ്റിലാണ്. ഓയിൽ പേസ്റ്റിൽ കൊണ്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയം ഉപയോഗിക്കാം. ക്രയോൺസ് ഉപയോഗിക്കാം, കളർ പെൻസിൽ ഉപയോഗിക്കാം. ഇവിടെ ഓയിൽ പേസ്റ്റിൽ കൊണ്ടുള്ള ഒരു ചിത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ലൈറ്റ് ബ്ലൂ എടുത്ത് സ്കൈ ചെയ്യുന്നു. വളരെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വളരെ അടുപ്പിച്ചും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ലൈറ്റ് ബ്ലൂ കഴിഞ്ഞാൽ പിന്നെ ഡാർക്ക് ബ്ലൂ കുറച്ച് ഭാഗം നമുക്ക് ചെയ്യാം. അത് അതിൻ്റെ ഒരു ഷെയ്ഡായിട്ട് കാണും നമുക്ക്. ഇനി നമുക്ക് മലനിരകൾ ചെയ്യാം. മലനിരകൾ ബ്ലൂവിലെ വേറൊരു ഷെയ്ഡാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള നിറം കൊടുക്കാം. നല്ല ഭംഗിയുള്ള നിറങ്ങൾ നമുക്ക് കൊടുക്കാം. ബ്ലാക്ക് അല്ലാത്ത ഇതൊക്കെ നമുക്ക് മലനിരകൾ കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും. പിന്നെ വെള്ള നിറം കൊണ്ട് നമുക്ക് പരസ്പരം ലയിപ്പിക്കാം. കളറുകൾ ഇങ്ങനെ യോജിപ്പിച്ച് ചെയ്യാം. പിന്നെ പാടങ്ങൾ നമുക്ക് ഇവിടെ ലൈറ്റ് ഗ്രീൻ കൊണ്ടാണ് ചെയ്യുന്നത്. ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് നമുക്ക് പാടത്തിൻ്റെ വരമ്പുകൾ നമുക്ക് ചെയ്യാം. അതൊരു പ്രത്യേക സ്റ്റൈലായിരിക്കും. നമുക്ക് പല കളർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി വേറെ. ഒറ്റ നിറത്തിൽ നമ്മൾ ഒതുക്കാതെ ശ്രമിക്കുക. പല നിറങ്ങളും നമ്മൾ ഉപയോഗിച്ച് പരിശീലിക്കുക. പിന്നെ എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഗ്രീനിനെ ലയിപ്പിക്കാം. അടുത്തത് തെങ്ങാണ് ചെയ്യുന്നത്. ഡാർക്ക് ഗ്രീൻ ഇതിൻ്റെ പട്ടകൾ ആദ്യം ചെയ്യാം. എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റ് ഗ്രീൻ കൊണ്ട് ചെറുതായിട്ട് നമുക്കിങ്ങനെ ലയിപ്പിക്കുകയും ചെയ്യാം. ഒരു പ്രത്യേക സ്റ്റൈലായിരിക്കും. ഇതിൻ്റെ തൊട്ടടുത്തുള്ള തെങ്ങിന് ഞാൻ ആദ്യം ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എല്ലാ പട്ടകളും
ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ച് ആദ്യം ചെയ്യും. പിന്നെ ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഷെയ്ഡായിട്ട് നമുക്ക് ചെയ്യാം. അത് വേറൊരു സ്റ്റൈലായിരിക്കും. തെങ്ങിൻ്റെ തടിക്ക് നമുക്ക് ബ്രൗൺ കൊടുക്കാം. വെള്ളത്തിന് ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ എന്നിങ്ങനെ ചെയ്യാം. ഇരു സൈഡിലുമായിട്ട് നമുക്ക് ഡാർക്ക് ബ്ലൂവും സെൻറ്ററിലായിട്ട് നമുക്ക് ലൈറ്റ് ബ്ലൂവും ചെയ്യാം. ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ ചെയ്തതിന് ശേഷം നമുക്ക് വൈറ്റ് നിറം കൊടുത്ത് ലയിപ്പിക്കാം. ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഇരുണ്ട നിറം കിട്ടണമെങ്കിൽ നമുക്ക് ബ്ലാക്കും ഉപയോഗിക്കാം. നമുക്ക് ഈ സൈഡ് ഭാഗത്ത് നമുക്ക് ബ്ലാക്കും യൂസ് ചെയ്യാം. ബ്ലാക്ക് ഉപയോഗിച്ച പ്രത്യേക ഭംഗിയായിരിക്കും. ഇനി നമുക്ക് സൈഡിലുള്ള ഈ തീരം, ഈ തോടിൻ്റെ തീരത്ത് നമുക്ക് ഞാനിവിടെ യെല്ലോ ഉപയോഗിക്കുന്നു, ഡാർക്ക് യെല്ലോ. അതിൻ്റെ കൂടെ ബ്രൗണും ഉപയോഗിക്കുന്നു. പിന്നെ അതിൻ്റെ മുകളിലായി ഗ്രീന് ഉപയോഗിച്ച് നമുക്ക് ലയിപ്പിക്കാം. ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ ലൈറ്റ് ഗ്രീനും ഉപയോഗിക്കാം. ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് വെള്ളത്തിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയായിരിക്കും. ലൈറ്റ് ഗ്രീൻ കൊണ്ട് നമുക്ക് ലയിപ്പിക്കാം. ഇനി തെങ്ങ് നമുക്ക് ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന് ഉപയോഗിച്ച് ചെയ്യാം. തെങ്ങിൻ്റെ തടി നമുക്ക് ബ്രൗണും ഉപയോഗിക്കാം. റെഡാണ് ഞാനിവിടെ ചെയ്തിരുന്നത്. റൂഫ് നമുക്ക് റെഡാണ് ഉപയോഗിക്കുന്നത്. അതായത് റെഡ് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം കാണുന്ന നിറമാണ്. ഇവിടെ ബ്രൗൺ ആണ് ഞാൻ ചെയ്യുന്നത്. അതൊരു ഉൾഭാഗമായതുകൊണ്ട് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ആയിട്ട് ചെയ്യും. ഇതിൻ്റെ വീടിൻ്റെ ഒരു ഭാഗം യെല്ലോ ആണ് ചെയ്യുന്നത്. രണ്ട് വീടിൻ്റെ ഞാൻ യെല്ലോ ഉപയോഗിക്കുന്നു. പിന്നെ ഈ ഒരു വീടിൻ്റെ ഇവിടെ ഈ മുൻഭാഗം ഞാൻ ഓറഞ്ചാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ നമുക്ക് ഉപയോഗിച്ച് ഭംഗിയാക്കാം. അതാണ് ഇതിൻ്റെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ മാറ്റി ചെയ്യാം. ഓരോന്നിനും അതിൻ്റേതായ ഭംഗിയുണ്ടാവും. നമ്മൾ എപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു മാറ്റത്തിലൂടെ നമുക്ക് ചെയ്യാം. എപ്പോഴും ഒരേപോലെ ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവില്ല. ഓരോ കളറിനും ഓരോ സ്റ്റൈലുണ്ട്. അത് നമ്മൾ ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഭാഗത്ത് നിറം കൊടുക്കുമ്പോൾ അതേപോലെ നിറം അവിടെ വരുന്നുണ്ടോ ശ്രദ്ധിക്കണം. നമുക്കതിന് ചെറിയൊരു മാറ്റം ചെയ്ത് നമുക്ക് ഭംഗിയാക്കാം. എല്ലാ ഭാഗത്തും ഒരേ നിറം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചിത്രത്തിന് ഭംഗി കുറക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ ചെയ്യുന്നത് ഞാൻ പല നിറങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പ്രതലം ചെയ്യുന്നത്. വീടിൻ്റെ ചുറ്റുപാടും നമ്മൾ ചെയ്യുന്ന പല നിറങ്ങളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഡാർക്ക് ഗ്രീന്, യെല്ലോ ഓക്കർ, യെല്ലോൻ്റെ ഷെയ്ഡാണ് യെല്ലോ ഓക്കർ എന്ന് പറയുന്നത്. ലൈറ്റ് ഗ്രീന്, ഇങ്ങനെ പല നിറങ്ങളും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. ചിത്രം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. നിങ്ങൾക്കിതൊന്ന് വല്ലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇവിടെ യെല്ലോ പിന്നെ ഗ്രീനാണ് ഈ തോടിൻ്റെ ഭാഗങ്ങൾ ചെയ്യുന്നത്. ഡാർക്ക് ഗ്രീൻ ആദ്യം ചെയ്യും. ഡാർക്ക് ഗ്രീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്ക് ലൈറ്റ് ഗ്രീൻ ഉപയോഗിക്കാം, യെല്ലോ ഉപയോഗിക്കാം. നമുക്ക് ഏത് നിറങ്ങൾ വേണമെങ്കിൽ നന്നായി ഉപയോഗിക്കാം. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം യോജിപ്പിച്ച് വരക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ നിറം
ഉപയോഗിക്കാം, യോജിപ്പിച്ച് ചെയ്യുക. ഇപ്പോൾ ഡാർക്ക് ഗ്രീൻ ഇവിടെ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ യെല്ലോ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ഉപയോഗിക്കുമ്പോൾ അതിനോട് ചേർത്ത് ലയിപ്പിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ബ്രൗൺ നിറം ഉപയോഗിച്ച് നമുക്ക് ഒരു വ്യത്യസ്ത നിറം ഉണ്ടാക്കാം, നല്ല രസകരമായിരിക്കും. പിന്നെ യെല്ലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ നിറങ്ങൾ യോജിപ്പിക്കുകയും ചെയ്യാം. ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പ്രതലത്തിൽ പല നിറങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പ്രതലത്തിൽ കാണുന്ന എല്ലാ നിറങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മളൊരു നാച്ചുറൽ സ്റ്റഡി ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇങ്ങനെ ഓരോ നിറങ്ങൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേലികൾക്ക് ഞാൻ ബ്രൗണും ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണാണ് ചെയ്യുന്നത്. ഏറ്റവും ബാക്കിലുള്ള ഇത് നല്ല ഡാർക്ക് ബ്രൗണും എൻ്റെ ഫ്രണ്ടിലുള്ള ലൈറ്റ് ബ്രൗണാണ് വേലിക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിറം കൊടുക്കണം എന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ചിത്രത്തിൽ എവിടേക്ക് വല്ല കുറവുകളും എങ്ങനെയൊക്കെ തോന്നുകയെന്ന് വെച്ചാൽ നമുക്കതിന് വീണ്ടും നമുക്ക് യോജിപ്പിച്ച് ചെയ്യാം. നല്ല ഇപ്പോൾ ഇവിടെ പുല്ലുകൾ വരക്കാം. ചിത്രത്തിൻ്റെ ഏതെല്ലാം ഭാഗത്താണ് കുറവുകൾ വന്നിരിക്കുന്നത് എന്ന് നോക്കി വീണ്ടും നമുക്ക് നിറങ്ങൾ കൊടുത്ത് മനോഹരമാക്കാം. കഴിയുന്നത്ര നമ്മൾ പേപ്പറിൻ്റെ നിറം കാണാതെ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നല്ല മനോഹരമായ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും പ്രതീക്ഷിക്കുന്നു.